ഡോക്ടർ അനൂപ്, എനിക്കുണ്ടായൊരു കേസായിരുന്നു. അത് ഒരു പേഷ്യൻ്റാണ്. ബേസിക്കലി കഴുത്തിൽ പല ലെവലിലും ഡിസ്ക് ബൾജ് ഉണ്ടായി. അപ്പോൾ ഞാൻ ആദ്യം കാണുമ്പോൾ പുള്ളിക്ക് കയ്യിലേക്ക് തരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അത് ആസ് ടൈം പ്രോഗ്രസ്സസ്, അപ്പം അന്ന് ആ തരിപ്പും ആ കംപ്രഷൻ അത്യാവശ്യം MRIയിൽ നല്ല കൂടുതലായിരുന്നു. പുള്ളിക്ക് അന്ന് ചെറുതായിട്ട് കയ്യിന് ഗ്രിപ്പ്, അതായത് കൈയോട് ചെറിയൊരു ബലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സർജറി അഡ്വൈസ് ചെയ്തു. പുള്ളിക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നി, സ്വാഭാവികം. അപ്പോൾ അത് കഴിഞ്ഞ് അതർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും മെഡിസിൻസിലൊക്കെ കുറച്ച് പെയിനൊക്കെ നന്നായി കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷേ വീക്ക്നെസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നെ തെറാപ്പി ചെയ്തെങ്കിലും അതങ്ങ് ഫുൾ റിക്കവർ ആയില്ല. ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ആക്ച്വലി കാലിലേക്കുള്ള ബലക്കുറവ് വരാൻ തുടങ്ങി. പുള്ളിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അപ്പോഴേക്കും പുള്ളി എൻ്റെ അടുത്ത് വരുമ്പോൾ ആക്ച്വലി പുള്ളി ഒരു സ്റ്റിക്ക് പിടിച്ചിട്ടാണ് എൻ്റെ അടുത്ത്. ഈസ് വാക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റിക്ക്. അതായത് ഒരാളുടെ സഹായം വേണം. അങ്ങനെ ഒരു ഫുള്ളി ആംബുലൻ്റ് അല്ല. അങ്ങനെ നോക്കിയപ്പോൾ ആ ബൾജ് അത്യാവശ്യം നല്ല ഞെരുക്കുണ്ട്. സ്പൈനൽ കോഡിലൊക്കെ അത്യാവശ്യം ഡാമേജും വന്നിട്ടുണ്ട് MRI ചേഞ്ചസിൽ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഡോക്ടറും ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ OPയിൽ ഡോക്ടർ അഡ്വൈസ് എങ്ങനെയായിരിക്കും? മീൻസ് അപ്പോഴും സർജറി അഡ്വൈസ് ചെയ്യോ, അതോ ഇല്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഫിസിയോതെറാപ്പി മാത്രം? ഈ നമ്മൾ ഡോക്ടർ പറഞ്ഞ ഈ സിനാരിയോ നമ്മൾ കാണുന്നതാണ്. സ്പൈൻ സർജറി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും കാണുന്ന ഒരു സംഗതിയാണ്. അതായത് കഴുത്തിൽ സ്പൈനിന് ഞെരുക്കം ഉണ്ടായിട്ടുള്ള, സ്പൈനൽ കോഡ് കംപ്രഷൻ വന്നിട്ടുള്ള ഒരു ബലക്കുറവ്, അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രോഗ്രഷനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബലക്കുറവ് കാണുമ്പോൾ തന്നെ ആക്ച്വലി നമുക്ക് മാത്രമേ ചിലപ്പോൾ പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ചെറിയൊരു കൈയുടെ ഗ്രിപ്പ് വീക്ക്നെസ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു മസിൽ വീക്ക്നെസ്സിൽ മിക്കവാറും പേഷ്യൻസ് കൺവിൻസ്ഡ് ആവാൻ സാധ്യത കുറവാണ്. അത് ആക്ച്വലി ഒരു സ്പൈൻ ഇഞ്ചുറി ഇൻ സ്ലോ മോഷൻ എന്നാണ് ഈ സർവൈക്കൽ മൈലോപ്പതിയെക്കുറിച്ച് പറയുന്നത് തന്നെ. അതായത് നമ്മൾ അനങ്ങുമ്പോൾ എപ്പോഴും അകത്തുള്ള സ്പൈനൽ കോഡിൻ്റെ ആ ഒരു കുഷനിങ് ഫ്ലൂയിഡും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നെർവ്സ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെർവ്സ് ശരീരത്തിൽ ഒന്നും പുതുതായിട്ട് വരാത്തത് കൊണ്ട് ആ റിക്കവറി പീരീഡ് കൂടുകയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് അല്ലെങ്കിൽ ആളിൻ്റെ ചലനം നമുക്ക് എങ്ങനെ എന്ത് വില കൊടുത്ത് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്പൈൻ സർജൻസിൻ്റെ ജോലി തന്നെ. പക്ഷേ നമുക്ക് ഈ ആദ്യത്തെ സ്റ്റേജിൽ പറയാവുന്ന ഒരു റിസൾട്ട് നമുക്ക് ചിലപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഡാമേജ് കൂടി, അകത്തുള്ള ന്യൂറോണൽ പൂളിൽ കുറവ് സംഭവിച്ചു. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. അത് ഇതിലും ഡ്രാമാറ്റിക് ആയിട്ടുള്ള അവസ്ഥ വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പാർഷ്യൽ ഡാമേജ് ഉള്ള ആൾക്കാർ ആക്സിഡന്റ് സംഭവിക്കുമ്പോഴാണ്. അവർക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു ബലക്കുറവ് ചിലപ്പോൾ പെട്ടെന്ന് വരാം. ഒരു ട്രെഡ്മില്ലിൽ നിന്ന് വീഴാം. അല്ലെങ്കിൽ അപ്പോൾ ഒരിക്കലും എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ ഞാനൊരു അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡിസ്ക് ബൾജ് ഉണ്ട്, കാലിനും കൈക്കും ബലക്കുറവുണ്ട്. പക്ഷേ അവരൊട്ട് സർപ്രൈസ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് ചോദിച്ചു, പിന്നെ അവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സാറ് 6 മാസം മുമ്പ് ഇങ്ങനെ കഴുത്തിന് ഡിസ്ക് ഉണ്ട്, ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ വാൺ ചെയ്തിരുന്നു. എന്നിട്ടും ഇദ്ദേഹം സ്കൂട്ടറിൽ പോയപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് സർജറി ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചലനം നിയന്ത്രിക്കാവുന്ന ഒരു റിക്കവറി സാധ്യതകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി. റിക്കവറി വുഡ് ഹാവ് ബീൻ ഫാസ്റ്റർ. ഞാനതാണ് ഞാൻ OPയിൽ വരുന്ന ആൾക്കാരോട് എപ്പോഴും പറയും, നമ്മളിപ്പോൾ ഒരു ഇത്രയും ബലക്കുറവായിട്ട് വരുന്ന ഒരാൾ സർജറി ചെയ്താൽ പിറ്റേ ദിവസം തൊട്ട് അയാൾ പഴയ പോലെ ഒരിക്കലും ആവില്ല. അത് ആർക്കും തരാൻ പറ്റില്ല. ഇറ്റ് അറ്റ്ലീസ്റ്റ് പ്രിവെന്റ് ഫർദർ ഡാമേജ്. അയാൾ കിടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ വെച്ച് നിർത്തി പൊക്കിയെടുക്കാം. അതെ, അദ്ദേഹത്തിന്റെ ചലനം നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിക്കവറി സാധ്യതകൾ കൂടുതലാണ്.